നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നാടകലോകത്ത് ഇടുക്കിയുടെ പേര് വിളക്കിച്ചേർത്ത അതുല്യ പ്രതിഭ KC ജോർജ് ഇനി ഓർമ്മ. വള്ളക്കടവ് സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടന്നു. മുഖ്യമന്ത്രിക്ക് വേണ്ടി ADM ഷൈജു P ജേക്കബ് വീട്ടിലെത്തി റീത്ത് സമർപ്പിച്ചു. മൂന്നാറിൽ കാട്ടാന ആക്രമണത്തിൽ 2 പേർക്ക് പരിക്കേറ്റത് രാജീവ് നഗർ സ്വദേശി അഴകമ്മ, നെറ്റിക്കുഴി സ്വദേശി ശേഖർ എന്നിവർക്ക്. കാട്ടാന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ടൗണിൽ 15 മിനിറ്റോളം റോഡ് ഉപരോധിച്ചു. കാട്ടുപന്നി കുറുകെ ചാടിയതിനെ തുടർന്ന് ഇരുചക്ര വാഹനം മറിഞ്ഞ് യാത്രക്കാരന് പരിക്ക്. രാജാക്കാട് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലെ വനിതാ വാർഡിന്റെ നിർമ്മാണോദ്ഘാടനത്തിൽ വിവാദം. 95 ലക്ഷം രൂപയുടെ പദ്ധതി കഴിഞ്ഞ് 23-ന് ആരോഗ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമെന്ന് അധികൃതർ അറിയിച്ചിരുന്നെങ്കിലും പരിപാടി മാറ്റിവെച്ചു. ഉദ്ഘാടനം അനന്തമായി നീളുന്നത് രാഷ്ട്രീയ ചരടുവലികളുടെ ഭാഗമായിട്ടെന്ന ആരോപണം. BSNL നെറ്റ്വർക്കിന്റെ ലഭ്യതക്കുറവ് മൂന്നാറിലെ തോട്ടമേഖലയിലെ കുടുംബങ്ങളെ വലയ്ക്കുന്നു. പലയിടത്തും പുതിയ ടവറുകൾ സ്ഥാപിച്ചുവെങ്കിലും വേണ്ടവിധം പ്രവർത്തനക്ഷമമാക്കുന്നത് വൈകുന്നത് വെല്ലുവിളി. ആശുപത്രി ആവശ്യങ്ങൾക്കായി വാഹനം വിളിക്കുന്ന കാര്യത്തിൽ പോലും ആളുകൾ ബുദ്ധിമുട്ടിൽ. വിശദമായ വാർത്തകൾ. നാടകലോകത്ത് ഇടുക്കിയുടെ പേര് വിളക്കിച്ചേർത്ത അതുല്യ പ്രതിഭ KC ജോർജ് ഇനി ഓർമ്മ. വള്ളക്കടവ് സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടെ അദ്ദേഹത്തിന്റെ സംസ്കാരം നടന്നു. മുഖ്യമന്ത്രിക്ക് വേണ്ടി ADM ഷൈജു P ജേക്കബ് വീട്ടിലെത്തി റീത്ത് സമർപ്പിച്ചു. അസുഖബാധിതനായി കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ച രാത്രിയാണ് KC ജോർജ് അന്തരിച്ചത്. 2 തവണ മികച്ച നാടകകൃത്തിനുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. 2024 കായംകുളം ദേവ കമ്മ്യൂണിക്കേഷൻസിന്റെ ചന്ദ്രിക വസന്തം എന്ന നാടകത്തിനും 2010 കോഴിക്കോട് സാഗർ കമ്മ്യൂണിക്കേഷൻസിന്റെ കുമാരൻ ഒരു കുടുംബനാഥൻ എന്ന നാടകത്തിനുമാണ് അവാർഡുകൾ ലഭിച്ചത്. മന്ത്രി റോഷി അഗസ്റ്റിൻ, CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ്, DCC പ്രസിഡന്റ് CP മാത്യു, AICC അംഗം അഡ്വക്കേറ്റ് EM ആഗസ്തി, BJP ദേശീയ സമിതി അംഗം ശ്രീനഗരി രാജൻ തുടങ്ങി വിവിധ സാമൂഹിക സാംസ്കാരിക ചലച്ചിത്ര മേഖലകളിലെ പ്രമുഖർ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. തുടർന്ന് വള്ളക്കടവ് സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ സംസ്കാര ശുശ്രൂഷകൾ ആരംഭിച്ചു. സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടന്നത്. ഞാൻ ദൈവത്തിൽ ആനന്ദിക്കും, അഭയം കുരിശിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി ADM ഷൈജു P ജേക്കബ് വീട്ടിലെത്തി റീത്ത് സമർപ്പിച്ചു. നാടകരചനയ്ക്കൊപ്പം HCN ചാനലിൽ ലേഖകനായും വാർത്താ അവതാരകനായും ദീർഘകാലം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. മൂന്നാറിൽ കാട്ടാന ആക്രമണത്തിൽ 2 പേർക്ക് പരിക്ക്. കല്ലാറിലാണ് കാട്ടാന ആക്രമണം ഉണ്ടായത്. രാജീവ് നഗർ സ്വദേശി അഴകമ്മ, നെറ്റിക്കുടി സ്വദേശി ശേഖർ എന്നിവരെയാണ് കാട്ടാന ആക്രമിച്ചത്. കാലിന് ഗുരുതര പരിക്കുപറ്റിയ അഴകമ്മയെ വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തേക്ക് കൊണ്ടുപോയി. കാട്ടാന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ടൗണിൽ 15 മിനിറ്റോളം റോഡ് ഉപരോധിച്ചു.
മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ നല്ലതണ്ണി കല്ലാർ മാലിന്യ പ്ലാന്റിലായിരുന്നു കാട്ടാന ആക്രമണമുണ്ടായത്. മാലിന്യ പ്ലാന്റിൽ ജോലിക്കെത്തിയ തൊഴിലാളികൾ കാട്ടാനകളുടെ മുൻപിൽ അകപ്പെടുകയായിരുന്നു. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച അഴകമ്മിയെ കാട്ടാന കൊമ്പുകൊണ്ട് ആക്രമിച്ചു. അഴകമ്മിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ശേഖറിനെയും കാട്ടാന ആക്രമിച്ചത്. അഴകമ്മിയുടെ കാലിലെ പരിക്ക് ഗുരുതരമാണ്. ഇതോടൊപ്പം കാട്ടാനയെ കണ്ട് ഭയന്നോടിയ മറ്റു 2 പേർക്ക് വീണ് പരിക്കേറ്റതായി ശേഖർ പറഞ്ഞു. ஆட்டோவில் இறங்கணுன்னு ஆணையை பார்த்துட்டு நான் நினச்சிங்க எல்லாரையும் போங்கன்னு சொன்னேன். இந்த பாட்டிக்கு நடக்க முடியும். பாட்டி எப்படியாச்சும் கூப்பிட்டு வரணும்னு நான் கூப்பிட்டு வந்துக்கிட்டாரு. ஓடி வந்து பாட்டியை ஒரு எத்தி எண்ணெயை எத்தி தள்ளி பாட்டியை வந்து இங்கே படத்தில் ஒரு காலை சுற்றிக்கு வச்சுச்சு. என்னை வந்து எத்தணுன்னு நான் நினச்சேன் 2 பேரும் ஜீவன் போய் தான் போகுது. நான் பாட்டினே ரஷப்படுத்தணும்னு என்ன ஒருத்த தொழிச்சு ரோட்டிലേക്ക് വലിച്ചത് എറിഞ്ഞപ്പോഴാണ് ഇതിന് സട്ടൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ആൾക്കാരെല്ലാം ഒച്ചെടുത്തപ്പോൾ ആന ഓടിയത്. ആനോർത്ത് നമ്മുടെ ജീവൻ പോയി. പരിക്കേറ്റവർ മൂന്നാർ ടാറ്റ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കാലിന് ഗുരുതര പരിക്കേറ്റ അഴകമ്മിയെ വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തേക്ക് മാറ്റി. കാട്ടാന ആക്രമണത്തിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് ടൗണിൽ 15 മിനിറ്റോളം റോഡ് ഉപരോധിച്ചു. കഴിഞ്ഞ ദിവസം മറയൂർ കാന്തല്ലൂരിലും കാട്ടാന ആക്രമണത്തിൽ 73-കാരന് ഗുരുതര പരിക്കേറ്റിരുന്നു. കാന്തല്ലൂരിൽ രാപ്പകൽ സമരം നടന്നു വരുന്നതിനിടയിലാണ് മൂന്നാറിലും കാട്ടാന ആക്രമണത്തിൽ തൊഴിലാളികൾക്ക് പരിക്കേറ്റത്. കാട്ടാന ആക്രമണം നിത്യസംഭവമായിട്ടും പ്രതിരോധ നടപടികൾ സ്വീകരിക്കാത്ത വനം വകുപ്പിനെതിരെ ജനകീയ പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണ് തോട്ടം തൊഴിലാളികളും വിവിധ സംഘടനകളും. കാട്ടുപന്നി കുറുകച്ചാടിയതിനെ തുടർന്ന് ഇരുചക്രവാഹനം മറിഞ്ഞ് യാത്രക്കാരന് പരിക്ക്. മറയൂർ കാന്തല്ലൂർ റോഡിൽ കോവിൽക്കടവിൽ വെച്ചാണ് സംഭവം നടന്നത്. പത്തടിപ്പാലം മാന്തോപ്പിൽ ഇളയരാജയ്ക്കാണ് പരിക്ക് സംഭവിച്ചത്. മറയൂർ മേഖലയിൽ വന്യജീവി ശല്യം വർദ്ധിച്ചു വരുന്നുവെന്ന പരാതി നിലനിൽക്കുന്നതിനിടയിലാണ് കാട്ടുപന്നി കുറുകെ ചാടിയതിനെ തുടർന്ന് ഇരുചക്രവാഹനം മറിഞ്ഞ് യാത്രക്കാരന് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. പത്തടിപ്പാലം മാന്തോപ്പിൽ ഇളയരാജയ്ക്കാണ് പരിക്കേറ്റത്. മറയൂർ കാന്തല്ലൂർ റോഡിൽ കോവിൽക്കടവിൽ വെച്ചാണ് സംഭവം നടന്നത്. കാട്ടുപന്നി ബൈക്കിലിടിച്ചതിനെ തുടർന്ന് വാഹനം മറിയുകയായിരുന്നുവെന്ന് ഇളയരാജ പറഞ്ഞു. വണ്ടി നമ്മൾ ബൈക്കിൽ ഓടിച്ചുകൊണ്ട് വരുമ്പോൾ കോൽക്കടവ് ടൗണിലും യൂണിയൻ ബാങ്കിൻ്റെ അടുത്ത് കഴിഞ്ഞപ്പോഴേക്കും പന്നി വട്ടം ഓടി വന്ന് നമ്മുടെ വണ്ടിക്കിട്ട് ഇടിച്ച് നമ്മളെ മറിച്ച് അപകടം ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരുത്തരം നമ്മളെ എടുത്ത് കൊണ്ടുവരാൻ പോലെ ആളില്ലാണ്ടിരുന്നിട്ട് പിന്നെ വിളിച്ച് ആളുകൾ വന്ന് ആണ് ആശുപത്രിയിൽ പോയി വന്നത്. നിലവിൽ നാട്ടുകാരും കൃഷിക്കാരും ആൾക്കാരും പുറത്ത് ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നിരിക്കുകയാണ് ഇവിടുത്തെ ഈ അഞ്ചനാടെ സംബന്ധിച്ച്, മറയൂർ കാന്തല്ലൂരെ സംബന്ധിച്ചുള്ളൂ. അതുകൊണ്ട് സർക്കാർ നടപടികളും അതിന് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരുടെ നടപടികളും ഉടനെ തന്നെ വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്. കാലിന് പരിക്കേറ്റ ഇളയരാജ മറയൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. രാജാക്കാട് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെ വനിതാ വാർഡിന്റെ നിർമ്മാണോദ്ഘാടനത്തിൽ വിവാദം. 95 ലക്ഷം രൂപയുടെ പദ്ധതി കഴിഞ്ഞ 23-ന് ആരോഗ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമെന്ന് അധികൃതർ അറിയിച്ചിരുന്നു. എന്നാൽ പിന്നീട് പരിപാടി മാറ്റിവെച്ചു. രാഷ്ട്രീയ ചരടുവലികളുടെ ഭാഗമായിട്ടാണ് ഉദ്ഘാടനം അനന്തമായി നീളുന്നതെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു. ആശുപത്രിയുടെ പ്രവർത്തനം സംബന്ധിച്ച് നിരന്തരം പരാതികൾ ഉയർന്നിട്ടും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന ആരോപണം നിലനിൽക്കെ മന്ത്രിയുടെ പരിപാടി മാറ്റിയത് വിവാദങ്ങൾ ഒഴിവാക്കാനാണെന്നാണ് സൂചന. ഇടതുപക്ഷത്തിലെ തർക്കമാണ് ഉദ്ഘാടനം മാറ്റിയതിന് കാരണമെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇത് ഉദ്ഘാടനം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ തമ്മിലുള്ള തർക്കത്തിന്റെ ഫലമായിട്ടാണ് ഇവിടെ ആശുപത്രി ഉദ്ഘാടനം ചെയ്യുവാൻ കഴിയാണ്ട് പോകുന്നത്. ഇവിടെ 100 കണക്കിന് പരാതികളും പരിപാടികളൊക്കെ ആയിട്ട് പോവുകയും ഇവിടുത്തെ ഇടുക്കി ഉടുമ്പൻചോലയുടെ MLA MM മണി അവരുകളെ ഈ പരാതികളൊക്കെ അറിയിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ രാജക്കാടിലെ വികസന കൂട്ടായ്മയുടെ ആളുകൾ പരാതിയുമായി നേരിട്ട് തിരുവനന്തപുരത്ത് പോയി MM മണി MLAയും മന്ത്രി വീണ ജോർജിനെയും കണ്ട് നിവേദനം കൊടുത്തിട്ടും ഇതുവരെയും ആശുപത്രിയുടെ ഒരു ശാശ്വതമായ പരിഹാരം കണ്ടെത്തുവാനോ ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ നടത്തുവാനോ കഴിയുന്നില്ല. ഇപ്പോഴും അറിയാം, ഈ മുല്ലക്കാനം ആശുപത്രിയിൽ 100 കണക്കിന് ആളുകൾ വരുമ്പോൾ അവരുടെ ചികിത്സിക്കുവാനോ അല്ലെങ്കിൽ കിടത്തി ചികിത്സിക്കുവാനോ തയ്യാറാകുന്നില്ല. ഈ ആശുപത്രിയുടെ ശോധനാവസ്ഥ കണ്ടുകൊണ്ട് ഒരു മന്ത്രി വരികയാണെങ്കിൽ ശോധനാവസ്ഥകൾ പറഞ്ഞുകൊണ്ട് ആശുപത്രിയെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കുവാൻ പോകുമെന്ന് കഴിഞ്ഞപ്പോഴും മന്ത്രിമാർ തമ്മിലുള്ള തർക്കം കാരണമാണ് ഈ ഉദ്ഘാടനം മാറ്റിവെച്ചത്. 38 വർഷം മുമ്പ് രാജാക്കാട് മുല്ലക്കാനത്ത് പ്രവർത്തനം ആരംഭിച്ച ഈ ഗവൺമെന്റ് ആശുപത്രിയുടെ ബാലാരിഷ്ടതകൾ ഇതുവരെ മാറിയിട്ടില്ല.
അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും വിദഗ്ധ ചികിത്സയും കിടത്തി ചികിത്സയും ഇല്ലാത്ത സർക്കാർ ആശുപത്രിയാണിത്. വെള്ളമില്ലെന്ന കാരണമുയർത്തിയാണ് കിടത്തി ചികിത്സ നിർത്തിയത്. പോളിക്ലിനിക്കും എക്സ്റേ ലാബും പ്രവർത്തനം ആരംഭിച്ചെങ്കിലും പിന്നീട് അതും നിർത്തി. ഇത് ശരിക്കും 2021-22 സാമ്പത്തിക വർഷം അനുവദിച്ച ഫണ്ടാണ്, കേന്ദ്ര ഫണ്ടാണ്. അത് 60% കേന്ദ്ര ഫണ്ടും 40% സംസ്ഥാന വിഹിതമാണ്. നിരവധി തവണ ഇതിൻ്റെ ഉദ്ഘാടനം ഇലക്ഷന് മുമ്പ് മാറ്റി വെച്ചിരുന്നു. അതിനുശേഷം ഈ അടുത്ത ദിവസം തന്നെ ഇത് മന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്യുമെന്ന് 23-ാം തീയതി ഉദ്ഘാടനം തീരുമാനിച്ചിരുന്നതാണ്. ഇടുക്കിയിലെ നിരവധി പരിപാടികളുണ്ട്. അതിൽ ഒന്ന് മുല്ലക്കാൻ ഉൾപ്പെടുത്തി 2000 നോട്ടീസ് ഇവിടെ അടിച്ച് അത് വിതരണം ചെയ്തില്ല. അത് എന്ത് കാരണത്താലാണെന്ന് ഈ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞിട്ടില്ല. മന്ത്രി പങ്കെടുക്കുന്നില്ലാത്തതുകൊണ്ട് പരിപാടി മാറ്റിവെച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഈ നാട്ടിലെ നിരവധി ആളുകൾക്ക് 5 പഞ്ചായത്തിലെ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്രദമാകുന്ന ഒരാശുപത്രിയാണിത്. അതേപോലെ ഇപ്പോൾ അടിമാലി താലൂക്ക് ആശുപത്രി വിട്ടു കഴിഞ്ഞാൽ നടുഭാഗം എന്ന രീതിയിൽ മുല്ലക്കാനം ആശുപത്രി ഉപയോഗിക്കാവുന്നതാണ്. ഇവിടുന്ന് ഇല്ലെങ്കിൽ 30 കിലോമീറ്റർ യാത്ര ചെയ്ത് വീണ്ടും നെടുങ്കണ്ടത്ത് പോകണം. സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചികിത്സ കിട്ടേണ്ട ഏറ്റവും ഒരു നല്ല ആശുപത്രിയാണ്. ഇത് സൗകര്യമുണ്ട്. 10 ബെഡുള്ള പേവാർഡ് പണിതിട്ട് വർഷങ്ങളായിട്ട് ഇതുവരെ ഉദ്ഘാടനം ചെയ്തിട്ടില്ല. അതേപോലെ ഇവിടുത്തെ എക്സ്റേ യൂണിറ്റ് കേടായിട്ട് പുതിയ അതിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം വർഷങ്ങളായിട്ട് ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ നാട്ടിലെ ജനങ്ങളെ ഉപദ്രവിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഭരണരംഗത്തുള്ള ആളുകളുടെ താല്പര്യം. കാരണം 2 ഏക്കർ സ്ഥലവും 2 കുളവും അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഉള്ള ഈ ആശുപത്രിയിൽ ആവശ്യത്തിന് സ്റ്റാഫ് പാറ്റേൺ ഇല്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ. 40 വർഷം മുമ്പ് പ്രവർത്തനം ആരംഭിച്ച ആശുപത്രിയിൽ ഇന്നും ആ PHCയുടെ സ്റ്റാഫ് പാറ്റേൺ മാത്രം, ഒരു മെഡിക്കൽ ഓഫീസറും ഒരു അസിസ്റ്റന്റ് മെഡിക്കൽ ഓഫീസറും ഒരു സ്റ്റാഫ് നഴ്സും മാത്രമാണ് ഉള്ളത്. സാമൂഹികാരോഗ്യ കേന്ദ്രമായി അപ്ഗ്രേഡ് ചെയ്തെങ്കിലും പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ സ്റ്റാഫ് പാറ്റേണാണ് ഇവിടെ ഇപ്പോഴും ഉള്ളത്. 2 ഡോക്ടർമാർ മാത്രമാണ് ഇവിടെ സ്ഥിരമായുള്ളത്. സമീപകാലത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഒരു താൽക്കാലിക ഡോക്ടറെയും NRHM വിഭാഗത്തിൽ ഒരു ഡോക്ടറെയും നിയമിച്ചിട്ടുണ്ട്. എന്നാൽ കിടത്തി ചികിത്സയും വിദഗ്ധ ചികിത്സയും ആരംഭിക്കുന്നതിന് കൂടുതൽ സ്ഥിരം ഡോക്ടർമാരെയും നഴ്സിംഗ് സ്റ്റാഫുകളെയും നിയമിക്കണം. നെടുങ്കണ്ടത്തെ താലൂക്ക് ആശുപത്രി ജില്ലാ ആശുപത്രിയായി അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ മുല്ലക്കാനത്തെ സാമൂഹികാരോഗ്യ കേന്ദ്രം താലൂക്ക് ആശുപത്രിയായി അപ്ഗ്രേഡ് ചെയ്യുമെന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ജനപ്രതിനിധികൾ വാഗ്ദാനം ചെയ്തിരുന്നു. ജില്ലയിലെ മാലിന്യ നിർമ്മാർജ്ജന ശ്രമങ്ങളെ വിജയിപ്പിക്കാൻ പുതുതലമുറ മുന്നോട്ട് വരണമെന്ന് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി. ജില്ലാ ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിൻ ചെറുതോണിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കളക്ടർ. പരിപാടിയോടനുബന്ധിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ മത്സരവും നടന്നു. ഗ്രാമീണ മേഖലയിലെ ശുചിത്വത്തിനായുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക, ശ്രമദാന പ്രവർത്തനങ്ങളിലൂടെ ബോധവൽക്കരണ പരിപാടികൾ, സമ്പൂർണ്ണ ശുചിത്വ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുക തുടങ്ങിയ ലക്ഷ്യത്തോടെയാണ് സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിൻ നടത്തുന്നത്. സെപ്റ്റംബർ 17 മുതൽ ഗാന്ധിജയന്തി ദിനമായ ഒക്ടോബർ 2 വരെയാണ് പരിപാടി നടക്കുക. പരിപാടിയുടെ ഉദ്ഘാടനം ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി നിർവഹിച്ചു. ജില്ലയിലെ മാലിന്യ നിർമ്മാർജ്ജന ശ്രമങ്ങളെ വിജയിപ്പിക്കാൻ പുതുതലമുറ മുന്നോട്ട് വരണമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. സംശയമുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ശരിയാണോ തെറ്റാണോ ഒരു സംശയമുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഏറ്റവും പാവപ്പെട്ട ആളുടെ മുഖം നമ്മുടെ മുന്നിൽ വരണം. നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം ഏതെങ്കിലും ഒരു രീതിയിൽ ആ ആൾക്ക് ഒരു ഗുണമുണ്ടാകാൻ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, ഇത് നിങ്ങൾ വലുതായിട്ട് ജോലിക്ക് പോകുമ്പോൾ ഇങ്ങനെ ചിന്തിക്കും. പക്ഷെ ഇതിൻ്റെ വേറെ ഒരു വേർഷനുണ്ട്. നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യം ബഹുമാനത്തോടെ നിങ്ങൾ അമ്മയച്ഛനോടോ ഫ്രണ്ട്സിനോടോ പങ്കുവയ്ക്കാൻ പറ്റുമെങ്കിൽ മാത്രം ആ കാര്യം ചെയ്യും. അതിൽ അവരോട് പങ്കുവയ്ക്കാൻ പറ്റില്ലെങ്കിൽ ആ കാര്യം ചെയ്യരുത്. പരിപാടിയോടനുബന്ധിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ മത്സരവും നടന്നു. LP, UP, ഹൈസ്കൂൾ വിഭാഗങ്ങൾക്കായി നടത്തിയ മത്സരത്തിൽ 250ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. സമ്പൂർണ്ണ ശുചിത്വത്തിന്റെ പ്രാധാന്യം വിളിച്ചോതി കുട്ടികളുടെ നേതൃത്വത്തിൽ ചെറുതോണി ടൗണിൽ മനുഷ്യച്ചങ്ങലയും സംഘടിപ്പിച്ചു. ഈ രാജ്യത്തെ ജനങ്ങളെ ഒറ്റുകൊടുത്തുകൊണ്ട് ഭരണം നടത്തുന്ന ഒരു മാഫിയ സംഘത്തിന്റെ തലവനാണ് പിണറായി വിജയനെന്ന് UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി. ഉടുമ്പൻചോല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് രാജകുമാരിയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചിരിക്കുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ശ്രീ പിണറായി വിജയന് ആ കസേരയിൽ ഇരിക്കാൻ ധാർമ്മികമായ യാതൊരു യോഗ്യതയും ഇല്ല എന്നുള്ളത് കൊണ്ടാണ് പിണറായി വിജയൻ രാജിവെക്കണം എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. അതിനെ ഏറ്റവും പ്രധാനമായും RSSുമായി അന്തർധാരയുണ്ടാക്കിക്കൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ ഒറ്റുകൊടുത്തുകൊണ്ട് ഭരണം നടത്തുന്ന ഒരു മാഫിയ സംഘത്തിന്റെ തലവനാണ് ശ്രീ പിണറായി വിജയൻ എന്നുള്ളത് കൊണ്ട്
ഭരണക്കസേരയിൽ ഇരിക്കുന്നതിനുള്ള യോഗ്യത അദ്ദേഹത്തിനില്ല എന്നുള്ളതാണ് അദ്ദേഹം രാജിവെക്കണം എന്ന് പറയുന്നതിൻ്റെ ആധാരം അതുതന്നെയാണ്. KPCCയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാന വ്യാപകമായി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മകൾ സംഘടിപ്പിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഉടുമ്പൻചോല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജകുമാരിയിൽ പ്രതിഷേധ കൂട്ടായ്മ നടന്നത്. മാഫിയ സംരക്ഷകനായി മുഖ്യമന്ത്രി രാജിവെക്കുക, ആഭ്യന്തര വകുപ്പിന്റെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കുക, തൃശൂർ പൂരം കലക്കിയ ഗൂഢാലോചനയ്ക്കെതിരെ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം. ബ്ലോക്ക് പ്രസിഡന്റ് MB ജോസ് അധ്യക്ഷനായിരുന്നു. KPCC മീഡിയ വക്താവ് അഡ്വക്കേറ്റ് സേനാപതി വേണു മുഖ്യപ്രഭാഷണം നടത്തി. DCC വൈസ് പ്രസിഡന്റ് KS അരുൺ, നിയോജകമണ്ഡലം ചെയർമാൻ ബെന്നി തുണ്ടത്തിൽ, DCC അംഗം ഷാജി കൊച്ചുകരോട്ട, മണ്ഡലം പ്രസിഡന്റുമാരായ ജോഷി കന്യാക്കുഴി, R വരദരാജൻ, ബെന്നി കുര്യൻ തുടങ്ങിയവർ സംസാരിച്ചു. പട്ടാപ്പകൽ എസ്റ്റേറ്റ് ക്വാർട്ടേഴ്സ് കുത്തിത്തുറന്ന് സ്വർണവും പണവും മോഷ്ടിച്ചതായി പരാതി. വണ്ടിപ്പെരിയാർ ചുരക്കുളം എസ്റ്റേറ്റ് അയ്യപ്പൻകോവിൽ ഡിവിഷനിലെ സൂപ്പർവൈസർ രാജേഷിന്റെ ക്വാർട്ടേഴ്സിലാണ് മോഷണം നടന്നത്. ചുരക്കുളം എസ്റ്റേറ്റിലെ അയ്യപ്പൻകോവിൽ ഡിവിഷനിലെ സൂപ്പർവൈസർ രാജേഷിന്റെ ക്വാർട്ടേഴ്സിലാണ് മോഷണം നടന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു മോഷണം. എസ്റ്റേറ്റിലെ സൂപ്പർവൈസറായ രാജേഷ് ജോലിക്ക് പോയ ശേഷം തിരികെ എത്തിയപ്പോഴാണ് കതകിന്റെ പൂട്ട് പൊളിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് അകത്ത് കയറി നോക്കിയപ്പോൾ അലമാര കുത്തിത്തുറന്ന നിലയിൽ കണ്ടെത്തി. പിന്നീട് നടത്തിയ പരിശോധനയിൽ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 2.5 പവൻ സ്വർണവും 3000 രൂപയും നഷ്ടപ്പെട്ടതായി രാജേഷ് പറഞ്ഞു. മാനേജർ പോലീസ് സ്റ്റേഷൻ വിളിച്ചു, പോലീസ് സ്റ്റേഷനിൽ നിന്ന് SI തിരിച്ചു വിളിച്ചിങ്ങോട്ട് വിളിച്ചിട്ട് അപ്പോൾ അകത്ത് കയറി നോക്കിക്കോ, എന്നാ സംഭവം നോക്കാൻ പറഞ്ഞു. അന്നേരം പോലീസ് പറഞ്ഞതിന് ശേഷം ഞങ്ങൾ അകത്ത് കയറിയ കുറെ കൂടിയാണ് കയറുന്നത്. കയറിയിട്ട് ഹാളിൽ ചെന്ന് നോക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് ബെഡ്റൂമിൽ പോയപ്പം എന്റെ ബീറോ അലമാര പൊട്ടിച്ച് മൊത്തം ഡ്രസ്സുകളൊക്കെ പുറത്തിട്ടിരുന്നു. ഉള്ളിലുള്ള ലോക്കറും പൊട്ടിയിരുന്നു. പൊട്ടിച്ചിട്ട് അതിനകത്ത് നിന്ന് സ്വർണ്ണങ്ങളും മോഷണം പോയിരുന്നു, പൈസയും പോയിരുന്നു. അപ്പം ആ മോഷണത്തിന് പുള്ളി ഉപയോഗിച്ച ചുറ്റിയും എൻ്റെ ഒരു കത്തിയും ഉണ്ടായിരുന്നു. ആ കത്തിയും യൂസ് ചെയ്ത പുള്ളി പൊട്ടിച്ച അലമാര പൊട്ടിച്ചിട്ട് അത് അവിടെ തന്നെ പുള്ളി ഉപയോഗിച്ചിട്ട് ഇവിടെ നിന്ന് പോയി. തുടർന്ന് എസ്റ്റേറ്റ് അധികൃതരെയും പോലീസിനെയും വിവരമറിയിച്ചു. വണ്ടിപ്പെരിയാർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. സംശയാസ്പദമായ സാഹചര്യത്തിൽ മേഖലയിൽ ചുറ്റിത്തിരിഞ്ഞ് നടന്നയാളെക്കുറിച്ച് നാട്ടുകാർ എസ്റ്റേറ്റ് അധികൃതരെ വിവരം അറിയിച്ചിരുന്നു. ഇതനുസരിച്ചുള്ള അന്വേഷണത്തിൽ ഒരാളെ വണ്ടിപ്പെരിയാർ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ഓഫീസ് പടിക്കലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ മാർച്ചും ധർണയും UDF ഇടുക്കി ജില്ലാ ചെയർമാൻ ജോയ് വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു. സഹകരണ മേഖലയെയും ജീവനക്കാരെയും പ്രതികൂലമായി ബാധിക്കുന്ന ചട്ടഭേദഗതികൾ പിൻവലിക്കണമെന്നും കേരള ബാങ്കിന്റെ ദീർഘവീക്ഷണമില്ലാത്ത നടപടികൾ വഴി സഹകരണ മേഖലയും ജീവനക്കാരുടെ തൊഴിൽ സുരക്ഷയെയും ബാധിക്കുന്ന നയങ്ങൾ പുനർപരിശോധിക്കണമെന്നും ഉൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ധർണ ഉദ്ഘാടനം ചെയ്തു. ഞാൻ ചോദിക്കട്ടെ, ഇന്നൊരു സഹകരണ സ്ഥാപനത്തിൽ കയറി ചെന്നാൽ അവിടുത്തെ സെക്രട്ടറിയുടെ മാനേജറുടെ അടുത്ത് നിന്ന് കിട്ടുന്ന മനുഷ്യത്വപരമായ ഒരു പരിഗണന ഇന്ന് ഏതെങ്കിലും ഒരു നാഷണലൈസ്ഡ് ബാങ്കിന്റെ അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ബാങ്കിന്റെ ഓഫീസിൽ കയറി ചെന്നാൽ അവിടുത്തെ മാനേജറുടെ ഭാഗത്ത് നിന്ന് കിട്ടുമെന്ന് പറയുന്ന ആരെങ്കിലും ഈ നാട്ടിലുണ്ടോ? മനുഷ്യത്വത്തിന്റെ മുഖമുള്ള ജീവനക്കാരെന്ന് പറയുന്നത് സഹകരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാരാണ്. ബാക്കിയുള്ള സ്ഥാപനങ്ങളിലെ ധനകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ എന്ന് പറയുന്നവർ അവരെ സംബന്ധിച്ചിടത്തോളം അവർ മനുഷ്യത്വത്തിന്റെ മുഖമില്ലാത്തവരാണ്. അവർക്ക് മനുഷ്യന്റെ ബുദ്ധിമുട്ട് അറിയാവുന്നവരല്ല. പക്ഷെ സഹകരണ ജീവനക്കാർ ഈ സമൂഹത്തിലെ പാവപ്പെട്ട ആളുകളുമായി, കൃഷിക്കാരുമായി ഇടപെട്ട് നാട്ടിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും വേദനകളും മനുഷ്യന്റെ ദാരിദ്ര്യവും എല്ലാം കണ്ട് അവനോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച് വളർന്നു വരുന്നവരാണ് സഹകരണ ജീവനക്കാർ. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് ജില്ലാ പ്രസിഡന്റ് ബിജു മാത്യു അധ്യക്ഷനായിരുന്നു. KPCC നിർവാഹക സമിതി അംഗം AP ഉസ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി ഷാജൻ ജോസഫ്, സംസ്ഥാന സെക്രട്ടറി എബ്രഹാം കുര്യാക്കോസ്, അജേഷ് P രാജ്, ജിനോഷ് K ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ഇല്ലാത്ത പദ്ധതിയുടെ പേരിൽ കുത്തിപ്പൊളിച്ച് നശിപ്പിച്ച ഭൂമിയാങ്കുളം കേശമുനി ഓക്സ്ഫോർഡ് കവല റോഡ് അടിയന്തരമായി പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാഴത്തോപ്പ് 6ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഴത്തോപ്പ് പഞ്ചായത്തിലേക്ക് മാർച്ചും ധർണയും നടത്തി. പഞ്ചായത്ത് പടിക്കൽ നടന്ന ധർണ KPCC അംഗം AP ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിലെ 2, 5, 6 വാർഡുകളിലൂടെ കടന്നുപോകുന്ന ഭൂമിയാംകുളം കേശമുനി ഓക്സ്ഫോർഡ് റോഡ് ഇല്ലാത്ത പദ്ധതിയുടെ പേരിൽ കുത്തിപ്പൊളിച്ച് നശിപ്പിച്ചിട്ട് 2 വർഷം പിന്നിട്ടു. റോഡ് അടിയന്തരമായി പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 6ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. ഭൂമിയാംകുളം ടൗണിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് കോൺഗ്രസ് വാഴത്തോപ്പ് മണ്ഡലം പ്രസിഡന്റ് PP സലീം ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് പഞ്ചായത്തിന് മുമ്പിൽ നടന്ന ധർണ KPCC അംഗം AP ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു.
പൊതുമരാമത്ത് വകുപ്പ് റിയാസിന്റെ കയ്യിലെത്തും. റിയാസിന്റെ കയ്യിലെത്തുമെന്ന് പറഞ്ഞാൽ അത് നേരെ വീണ വിജയന്റെ അക്കൗണ്ടിലെത്തും, പിണറായി വിജയന്റെ തറവാട്ടിലേക്കെത്തും. ആ കോൺട്രാക്ടർമാരുടെ സംഘം ടെൻഡർ എടുത്ത ഉടനെ തന്നെ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാവുന്ന പണമെല്ലാം വാങ്ങി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇപ്പോൾ ചെയ്യുന്ന പണിയുടെ പണം അഡീഷണൽ കൊടുക്കാൻ ഗവൺമെന്റിൽ പണമില്ല. അവർക്ക് കൂടുതൽ രഹസ്യമായ നിർദ്ദേശം, നിങ്ങൾ ഈ നാട്ടിലേക്ക് വരണം. പണിയെടുത്തിട്ടുള്ള കോൺട്രാക്ടർമാർ നാട്ടിലെ പൊതുപ്രവർത്തകരും ആളുകളും ഒക്കെ പറയുമ്പോൾ ഞങ്ങൾ ഉടനെ വന്ന് ആരംഭിക്കാം, നാളെ വരും, നാളത്തെ കഴിഞ്ഞ് വരും, അടുത്ത ആഴ്ച വരുമെന്ന് പറഞ്ഞാലും അവരൊന്നും ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല. DKTF ജില്ലാ പ്രസിഡന്റ് അനിൽ ആനക്കിനാട്ട് സമരത്തിൽ അധ്യക്ഷനായിരുന്നു. DCC സെക്രട്ടറി MD അർജുനൻ മുഖ്യപ്രഭാഷണം നടത്തി. ജോയി വർഗീസ്, PD ജോസഫ്, KM ജലാലുദ്ദീൻ, റോയി കൊച്ചുപുര, സാലി ബാബു, ആലീസ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. BJP ഉപ്പുതറ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപ്പുതറ സർക്കാർ ആശുപത്രിയുടെ പരിസരം ശുചീകരിച്ചു. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് C സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് ഒരു വർഷത്തെ ആഘോഷങ്ങളാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഉപ്പുതറ സർക്കാർ ആശുപത്രി ശുചീകരിക്കുന്നതിനു വേണ്ടി പ്രവർത്തകർ മുന്നിട്ടിറങ്ങിയത്. BJP ഉപ്പുതറ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ വൈസ് പ്രസിഡന്റ് C സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ആരാധ്യനായ പ്രധാനമന്ത്രിയുടെ ജന്മദിനമായ സെപ്റ്റംബർ 17 മുതൽ ഗാന്ധി ജയന്തിയായ ഒക്ടോബർ 2 വരെ നീണ്ടു നിൽക്കുന്ന സേവാപാക്ഷികം എന്ന പേരിൽ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടി രാജ്യമെമ്പാടും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ നമ്മുടെ ഈ CHSC ശുചീകരിക്കുവാൻ വേണ്ടിയിട്ട്, വൃത്തിയാക്കുവാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുത്തിരിക്കുന്നത്. ഇതുവരെ ശുചീകരണ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ കിടക്കയിലായ രോഗികൾക്ക് മെഡിക്കൽ കിറ്റുകൾ, അങ്ങനെയുള്ള ബ്ലഡ് ഡൊണേഷൻ, രക്തനിർണയ ക്യാമ്പ്, അങ്ങനെയുള്ള പരിപാടികൾ വിവിധ മേഖലയിൽ നടന്നു വരികയാണ്. ഇത്തരത്തിലുള്ള പരിപാടികളാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ചിരിക്കുന്നത്. സേവന പരിപാടികളാണ് ഏറ്റവും അധികം നമ്മൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. BJP ഉപ്പുതറ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് KK രാജപ്പൻ, സന്തോഷ് കൃഷ്ണൻ, ജെയിംസ് തേക്കൊമ്പേൽ, റജി വട്ടക്കുഴി, അഡ്വക്കേറ്റ് നിഷ, ജോയി മണ്ണാർത്ത, VK സെന്തിൽ, രാജൻ PK, ബെന്നി കുര്യൻ എന്നിവർ നേതൃത്വം നൽകി. ലോക ഫാർമസിസ്റ്റ് ദിനത്തോടനുബന്ധിച്ച് കട്ടപ്പന സെന്റ് ജോൺസ് കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസിന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. കട്ടപ്പന ടൗണിലേക്ക് നടത്തിയ റാലിയും ഫ്ലാഷ് മോബും ഏറെ ശ്രദ്ധേയമായി. ലോക ഫാർമസിസ്റ്റ് ദിനത്തോടനുബന്ധിച്ച് കോളേജ് ഓഡിറ്റോറിയത്തിൽ കുട്ടികളുടെ വിവിധങ്ങളായ കലാപരിപാടികൾ നടന്നു. സെന്റ് ജോൺസ് ആശുപത്രി ഡയറക്ടർ ബ്രദർ ബൈജു വാലുപറമ്പിൽ ഫ്ലാഗ് ഓഫ് ചെയ്തു. തീർച്ചയായിട്ടും ഫാർമസിസ്റ്റുമാർ ആരോഗ്യ ശുശ്രൂഷ രംഗത്തിന് ചെയ്യുന്ന സേവനങ്ങൾ ഒരിക്കലും നമുക്ക് കണ്ടില്ല എന്ന് നടിക്കുകയോ അല്ലെങ്കിൽ തള്ളിക്കളയാനായിട്ടോ സാധിക്കുന്ന കാര്യമില്ല. ഫാർമസിസ്റ്റുമാരില്ലാതെ ആരോഗ്യ ശുശ്രൂഷ രംഗത്തിന് പൂർണ്ണതയുണ്ടാകുകയില്ല. നമുക്കറിയാം, എത്ര മികച്ച ഡയഗ്നോസിസ് ഉണ്ടായാലും, എത്ര നൂതനമായ ആരോഗ്യ ഉപകരണങ്ങളൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ഫാർമസിസ്റ്റുമാരാണ് ട്രീറ്റ്മെൻറ്റിന് അനിവാര്യമായിട്ടുള്ള മെഡിസിൻസ് കൊടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സേവനം ആരോഗ്യ മേഖലയ്ക്ക് ഒഴിവാക്കാനാവാത്തതാണ്. അത് ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. ദിനാചരണത്തിന്റെ ഭാഗമായി കട്ടപ്പന ടൗണിലേക്ക് നടത്തിയ റാലിയും ഫ്ലാഷ് മൂവും ഏറെ ശ്രദ്ധേയമായി. പരിപാടികൾക്ക് പ്രിൻസിപ്പൽ ഡോക്ടർ R രാജപാണ്ഡി, വൈസ് പ്രിൻസിപ്പൽ ശ്രീകാന്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. കട്ടപ്പന നഗരസഭയുടെയും ICDSന്റെയും നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസും പോഷകാഹാര പ്രദർശനവും കുട്ടികൾക്കായി മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ KJ ബെന്നി ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന നഗരസഭയുടെയും ICDSന്റെയും നേതൃത്വത്തിലാണ് ആരോഗ്യകരമായ ഭക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. പരിപാടിയിൽ പോഷകാഹാര പ്രദർശനവും നടന്നു. തുടർന്ന് കുട്ടികൾക്കായി മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. പാറക്കടവ് അങ്കണവാടിയിൽ നടന്ന പരിപാടി നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി ഉദ്ഘാടനം ചെയ്തു. ഇപ്പം നമ്മുടെ ഓണത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഓണമല്ല, ഇപ്പം ഇൻസ്റ്റൻറ്റ് ഓണം. പണ്ട് അത്തം മുതൽ 10 ദിവസം നിൽക്കുന്ന ഓണം, അന്ന് പൂക്കളമൊക്കെ ഇട്ട് മുറ്റത്ത് ഒരു ഊഞ്ഞാലൊക്കെ കെട്ടിയാണ് നമ്മൾ ഓണം ആഘോഷിച്ചിരുന്നതെങ്കിൽ ഇന്ന് പൂക്കളങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഇപ്പോൾ നമ്മൾ അത്തം മുതൽ 10 ദിവസം പൂക്കളം ഇട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ
ചിലപ്പോൾ അതൊരു കുറവാണ് എന്ന് കരുതി നിങ്ങൾ കൈകൊക്കുമെന്നല്ലാതെ ഒരു വീട്ടിലും 10 ദിവസം പൂക്കളെ വിട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം നമ്മുടെ കാലങ്ങൾ മാറി. നമ്മുടെ കാലങ്ങൾ മാറുന്നതനുസരിച്ച് നമ്മുടെ രൂപങ്ങളും നമ്മുടെ ഭക്ഷണക്രമങ്ങളും മാറി. ഭക്ഷണക്രമങ്ങൾ മാറിയുമ്പോൾ നമുക്ക് തനത് ജീവിതശൈലി രോഗങ്ങളും വളരെയധികം നമുക്കുണ്ടായിട്ടുണ്ട്. അത് ഡോക്ടറിനെ സംബന്ധിച്ചൊക്കെ പറഞ്ഞു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കും. കാരണം നമുക്ക് പണ്ട് ആളുകൾ ഒരു ചാൺ വയറിന് 1 കിലോമീറ്റർ നടന്നാൽ ഇന്ന് നമ്മുടെ വയറ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ 1 കിലോമീറ്റർ നടക്കുക. പണ്ട് അങ്ങനെയല്ലായിരുന്നു. പണ്ട് നമ്മൾ ഒരു ചാൺ വയറിന് വേണ്ടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മൾ 1 കിലോമീറ്റർ നടന്ന് ജോലി ചെയ്യുന്നെങ്കിൽ ഇപ്പൊ രാവിലെ 5 മണിയാവുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നടക്കുന്നത് നമ്മുടെ വയറ് കുറയ്ക്കാൻ വേണ്ടി. ആയുർവേദ ആശുപത്രി ഡോക്ടർ കൃഷ്ണപ്രിയ ക്യാമ്പ് നയിച്ചു. നഗരസഭാ കൗൺസിലർ ജോയി ആനത്തോട്ടം അധ്യക്ഷനായിരുന്നു. CDPO ആർ ലേഖ, ICDS സൂപ്പർവൈസർമാരായ ദീപ സെബാസ്റ്റ്യൻ, രാധാമണി, നഗരസഭാ കൗൺസിലർമാരായ മായ ബിജു, ബിന്ദലത രാജു, സോണിയ JB, സിജു ചക്കുമൂട്ടിൽ, പ്രശാന്ത് രാജു, ലീലാമ്മ ബേബി, ജൂലി റോയി എന്നിവർ സംസാരിച്ചു. പരിപാടിയോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും നടന്നു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. BSNL നെറ്റ്വർക്കിന്റെ ലഭ്യതക്കുറവ് മൂന്നാറിലെ തോട്ടം മേഖലയിലെ കുടുംബങ്ങളെ വലയ്ക്കുന്നു. പലയിടത്തും പുതിയ ടവറുകൾ സ്ഥാപിച്ചുവെങ്കിലും വേണ്ടവിധം പ്രവർത്തനക്ഷമമാക്കുന്നത് വൈകുന്നത് വെല്ലുവിളിയാവുകയാണ്. ആശുപത്രി ആവശ്യങ്ങൾക്കായി വാഹനം വിളിക്കുന്ന കാര്യത്തിൽ പോലും ആളുകൾ ബുദ്ധിമുട്ടുകയാണ്. മറ്റിതര മേഖലകളെ അപേക്ഷിച്ച് മൂന്നാറിലെ തോട്ടം മേഖലയിൽ BSNL മൊബൈൽ നെറ്റ്വർക്കിനെ ആശ്രയിക്കുന്ന കുടുംബങ്ങളാണ് ഏറെക്കുറെ. ഈ മേഖലകളിൽ BSNLന് മാത്രമേ കവറേജ് ഉള്ളൂ എന്നതാണ് ഇതിന് പ്രധാന കാരണം. എന്നാൽ ലഭിച്ചുകൊണ്ടിരുന്ന BSNL കവറേജ് പേരിന് മാത്രമായതോടെ തോട്ടം മേഖലയിലെ കുടുംബങ്ങൾ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. പരസ്പരമുള്ള ആശയവിനിമയം അങ്ങേയറ്റം ദുഷ്കരമായ സാഹചര്യമാണുള്ളത്. ആശുപത്രി ആവശ്യങ്ങൾക്കായി വാഹനം വിളിക്കുന്ന കാര്യത്തിൽ പോലും ബുദ്ധിമുട്ടുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. മൂന്നാർ ഹൈറേഞ്ച് ഏരിയയിൽ ഇടയ്ക്കിടയ്ക്കുള്ള ഈ BSNL റേഞ്ച് പ്രോബ്ലം ഭയങ്കര ബുദ്ധിമുട്ടാണ് പൊതുജനങ്ങൾക്ക്. എന്ന് വെച്ചാൽ ഈ എസ്റ്റേറ്റ് മേഖലയിലെല്ലാം പ്രവർത്തിക്കുന്നത് ഈ BSNL ആണ്. അപ്പോൾ ഈ BSNL റേഞ്ച് കിട്ടാത്തത് കൊണ്ട് ആളുകൾക്കെല്ലാം വലിയ ബുദ്ധിമുട്ടാണ്. ഈ ടൗണിൽ വന്നാൽ കിട്ടുമെന്ന് വിചാരിച്ച് ടൗണിലും കിട്ടുന്നില്ല. അപ്പോൾ ഈ ഇന്നലെ കന്നിമല ഏരിയയിൽ ഒരു ആശുപത്രി കേസ് വിളിച്ചിട്ട് വണ്ടി ഇല്ലാത്തത് കൊണ്ട് അവർ എടുത്തുകൊണ്ട് വരുന്ന ഒരു അവസ്ഥ വരെയുണ്ട്. അപ്പം ഞങ്ങൾ പറഞ്ഞത് ഈ BSNL എത്രയും പെട്ടെന്ന് ഈ ഓരോ എസ്റ്റേറ്റുകളിലും ഒരുപാട് ടവറുകൾ വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇതുവരെ പ്രവർത്തിപ്പിക്കാനോ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. റേഞ്ച് എല്ലാ സ്ഥലത്തും കുറവ്. പിന്നെ അത് കിട്ടാതായതോടുകൂടി ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ ടവർ തുറക്കുകയും ഈ BSNL റേഞ്ച് കിട്ടാത്തത് പരിഗണിക്കണമെന്നാണ് എൻ്റെ എല്ലാ ആവശ്യം. പലയിടത്തും പുതിയ ടവറുകൾ സ്ഥാപിച്ചുവെങ്കിലും വേണ്ടവിധം പ്രവർത്തനക്ഷമമാക്കുന്നത് വൈകുന്നത് വെല്ലുവിളിയാകുന്നുണ്ട്. പഴയ ടവറുകളുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല. വന്യജീവി ശല്യം രൂക്ഷമായ പ്രദേശം കൂടിയാണ് തോട്ടം മേഖല. രാത്രികാലത്ത് അടിയന്തര സാഹചര്യങ്ങളിൽ മറ്റുള്ളവരെ വിളിച്ച് വിവരമറിയിക്കണമെങ്കിൽ പെടാപ്പാട് പെടേണ്ടി വരും. BSNL കവറേജ് ഉപയോഗിച്ച് ഇന്റർനെറ്റ് സേവനം ഉപയോഗിക്കുക അപ്രായോഗികമെന്ന് കുടുംബങ്ങൾ പറയുന്നു. പഴയതും പുതിയതുമായ BSNL ടവറുകളുടെ പ്രവർത്തനം ഏറ്റവും വേഗത്തിൽ കാര്യക്ഷമമാക്കണമെന്നാണ് ആവശ്യം. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. സുഗന്ധഗിരി സ്പൈസസ് പ്രൊമോട്ടേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് ഏലക്കാലയിലെ വിവരം. ആകലോട്ട് 277, വിൽപ്പനയ്ക്ക് വന്നത് 68,169, വിൽപ്പന നടന്നത് 67,486, കൂടിയ വില 3,211, ശരാശരി വില 2,344. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 640 രൂപ, ഏലം കൂടിയ വില 2,300, ഏലം ശരാശരി വില 1,800. കാപ്പിപ്പരിപ്പ് 360, ഗ്രാമ്പൂ 960, കൊക്കോ 70, റബ്ബർ 210. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 7,060 രൂപ, വെള്ളി 101.
കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നാടകലോകത്ത് ഇടുക്കിയുടെ പേര് വിളക്കി ചേർത്ത അതുല്യ പ്രതിഭ KC ജോർജ് ഇനി ഓർമ്മ. വള്ളക്കടവ് സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടന്നു. മുഖ്യമന്ത്രിക്ക് വേണ്ടി ADM ഷൈജു P ജേക്കബ് വീട്ടിലെത്തി റീത്ത് സമർപ്പിച്ചു. മൂന്നാറിൽ കാട്ടാന ആക്രമണത്തിൽ 2 പേർക്ക് പരിക്കേറ്റത് രാജീവ് നഗർ സ്വദേശി അഴകമ്മ, നെറ്റിക്കുഴി സ്വദേശി ശേഖർ എന്നിവർക്ക്. കാട്ടാന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ടൗണിൽ 15 മിനിറ്റോളം റോഡ് ഉപരോധിച്ചു. കാട്ടുപന്നി കുറുകെ ചാടിയതിനെ തുടർന്ന് ഇരുചക്ര വാഹനം മറിഞ്ഞ് യാത്രക്കാരന് പരിക്ക്. രാജാക്കാട് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലെ വനിതാ വാർഡിന്റെ നിർമ്മാണോദ്ഘാടനത്തിൽ വിവാദം. 95 ലക്ഷം രൂപയുടെ പദ്ധതി കഴിഞ്ഞ് 23-ന് ആരോഗ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമെന്ന് അധികൃതർ അറിയിച്ചിരുന്നെങ്കിലും പരിപാടി മാറ്റിവെച്ചു. ഉദ്ഘാടനം അനന്തമായി നീളുന്നത് രാഷ്ട്രീയ ചരടുവലികളുടെ ഭാഗമായിട്ടെന്ന ആരോപണം. BSNL നെറ്റ്വർക്കിന്റെ ലഭ്യതക്കുറവ് മൂന്നാറിലെ തോട്ടമേഖലയിലെ കുടുംബങ്ങളെ വലയ്ക്കുന്നു. പലയിടത്തും പുതിയ ടവറുകൾ സ്ഥാപിച്ചുവെങ്കിലും വേണ്ടവിധം പ്രവർത്തനക്ഷമമാക്കുന്നത് വൈകുന്നത് വെല്ലുവിളി. ആശുപത്രി ആവശ്യങ്ങൾക്കായി വാഹനം വിളിക്കുന്ന കാര്യത്തിൽ പോലും ആളുകൾ ബുദ്ധിമുട്ടിൽ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.